ശാന്തി. കുറേ നാളുകളായിട്ട് പല സഹോദരങ്ങളുടെയും കംപ്ലയിൻസ് സഹോദരിമാരുടെയൊക്കെ എനിക്ക് വരുന്നുണ്ട്. ഒരാളുടെ പരാതിയായിരുന്നു, ഞാനൊരു ബ്യൂട്ടി പാർലർ വാങ്ങിച്ചു സ്വന്തമായി തുടങ്ങാൻ വേണ്ടി. നിറയെ ആളുകളൊക്കെ വന്നിരുന്ന ഒരു ബ്യൂട്ടി പാർലറാണ്. പക്ഷേ ഞാനതെടുത്ത ശേഷം ഇപ്പോൾ ഒരു 6 മാസമായി എനിക്കതിൻ്റെ റെൻ്റ് തന്നെ അടച്ചു പോകാൻ കഷ്ടപ്പെടുകയാണ്. എനിക്കതിന് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഞാൻ ആ ഹോട്ടൽ വാങ്ങുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ റൺ ചെയ്യുന്ന ഹോട്ടലായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, അതിൽ ആൾക്കാർ വരുന്നില്ല, ബിസിനസ് തീരെ കുറവാണ്. എനിക്കതിനെക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നേയില്ല. എത്ര കാലമായി എന്നറിയോ എൻ്റെ ഈ ഒരു കട ഞാനങ്ങ് തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, അതൊക്കെ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഞാൻ ഈ ചെയ്യുന്നതായിട്ടുള്ള ബിസിനസ് ഇങ്ങനെ തന്നെ തുറന്നാൽ മതിയോ, അതോ ഞാൻ മാറ്റണോ? ഞാൻ കുറച്ച് നാൾ സ്റ്റീൽ ഇൻഡസ്ട്രിയിലായിരുന്നു, കുറച്ച് നാൾ വേറെ എന്തെങ്കിലുമായി, കുറച്ച് നാൾ ടെക്സ്റ്റൈൽസിലായി. ഇങ്ങനെ പല പല ബിസിനസ്സുകൾ നോക്കി ഒന്നും എനിക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും എല്ലാം ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും, അത് ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, അതല്ല ഒരു ഹോസ്റ്റലായിക്കോട്ടെ, ഏത് ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ ബിസിനസ് എനിക്കിഷ്ടമാണോ? ഞാൻ ഈ ബിസിനസ്സിനെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് ആദ്യം ഞാൻ തിരിച്ചറിയേണ്ട ഒരു ഫാക്ടറും അതുതന്നെയാണ്. അഥവാ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ, നല്ല സ്നേഹിക്കുന്ന ആളുകളുടെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അവരെക്കുറിച്ചൊരു വാക്ക് പറയാൻ പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് എന്താ പറയുക? അവരെക്കുറിച്ച് പറയാനേ ഇവർക്ക് 100 നാവ എന്ന് പറയാറില്ലേ? മറിച്ചും പറയാറില്ലേ, ഇഷ്ടമില്ലാത്ത അച്ചിക്ക് തൊട്ടതൊക്കെ കുറ്റം. ഈ 2 ചൊല്ലും ബിസിനസ്സിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഞാൻ എൻ്റെ ബിസിനസ്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഏത് ഇൻഡസ്ട്രി, ഏത് ഫീൽഡ് നിങ്ങൾക്ക് ആയിക്കോട്ടെ, നിങ്ങൾ തിരഞ്ഞെടുത്തതായിട്ടുള്ള കർമ്മപഥം, ഡോക്ടറാവാം, എൻജിനീയർ ആവാം, അഥവാ ബ്യൂട്ടീഷ്യൻ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പാർലർ നടത്തുന്ന ആൾക്കാരായിരിക്കാം, അതല്ല ബിസിനസ്മാൻ ആവാം, ഹോട്ടലാവാം, ഹോസ്റ്റലാവാം, ടെക്സ്റ്റൈൽ ഷോപ്പാവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങൾ തിരഞ്ഞെടുത്തതായിട്ടുള്ള കർമ്മപഥത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് പറയുക. അതിൽ ഇങ്ങനെ സാധ്യതയുണ്ട്, അങ്ങനെ സാധ്യതയുണ്ട്, അതിൽ നോക്കി ഇവരൊക്കെ ഇത്ര വലിയ വലിയ ആ ഫീൽഡിൽ, ഞാൻ ആ ഫീൽഡിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് ആ രംഗത്ത് പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ ആരെന്നറിയും, എങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജിയാണ് അവരതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിക്കുകയും അത് എൻ്റെ ഈ ഒരു ബിസിനസ്സിനുള്ളിൽ പതുക്കെ പതുക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വെച്ച് നാളെ ആ ഹൈറ്റ്സിലെത്തണം എന്ന ഒരു വിഷനായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. അവിടെ ഈ സാമ്പത്തികമായിരിക്കുന്ന മാന്യത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നോട്ട് നിർത്തലാക്കിയതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലെ കരച്ചിൽ നമുക്ക് ഉണ്ടായിരിക്കില്ല, GST വന്നതിൻ്റെ പേരിലെ കരച്ചിൽ നമ്മൾ കണ്ടെത്തില്ല. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ഇതിൽ ഐക്കണായിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരെന്തൊക്കെ ചെയ്തു അതായിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കുക. ഇത് എങ്ങനെ എക്സ്പാൻഷൻ ചെയ്യണം, എവിടെയൊക്കെ പുതിയത് തുടങ്ങുന്ന ആഗ്രഹിക്കുന്നുണ്ട്, എവിടെയൊക്കെ യൂണിറ്റ്സ് തുടങ്ങണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്ലാസ് ആയിരിക്കുന്ന സ്റ്റാഫ്സിനെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ രീതിയിൽ അതിൽ ചെയ്യാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങൾ ആ ബിസിനസ്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അതേസമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഒരു ടീച്ചർ, ഒരു പ്രൊഫസർ തന്നെയാണെന്ന് വിചാരിച്ചോളൂ. ഒരു പ്രൊഫസറായി എന്ന് കരുതിയിട്ട് എന്നും പോയിട്ട് ഒരേ ലെസൺ പഠിപ്പിക്കുകയല്ലോ. ഒരു പ്രൊഫസർ ആകുമ്പോഴുള്ള റിസ്ക് അറിയണമെങ്കിൽ അതായി നോക്കണം. ഒരു ബിസിനസ്മാൻ ആകുമ്പോഴുള്ള റിസ്ക് അറിയണമെങ്കിൽ ആ ഫീൽഡ് ചെയ്ത് നോക്കണം. ദിവസവും പഠിക്കണം പുതിയ പുതിയ കാര്യങ്ങളെ. രാത്രി 1 മണി വരെയൊക്കെ പഠിച്ചിട്ട് വേണ്ടി വരും ചിലപ്പോൾ ഉറങ്ങാനായിട്ട് എന്ന് കഷ്ടമായിട്ടൊരു പ്രൊഫസർ പറയുന്നെങ്കിൽ അദ്ദേഹം ആ ജോബിനെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം. അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള വളരെ മനോഹരമായിട്ടൊരു സേവനം ചെയ്യുക, പക്ഷേ അദ്ദേഹത്തിന് അത് കഷ്ടമായിട്ടാണ് അനുഭവപ്പെടുക. ഒരു മെഡിക്കൽ ഷോപ്പുകാരനാണെങ്കിൽ നമ്മളുടെ മറ്റുള്ള എല്ലാ കടയിലും കിട്ടാത്ത മരുന്നാണെങ്കിലും ആ കടയിൽ പോയാൽ എല്ലാ മരുന്നും ഉണ്ടാവും എന്ന് പറയുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പർച്ചേസ് നടക്കുന്ന ഷോപ്പ് നിങ്ങളുടെ ഷോപ്പ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുക എൻ്റെ ബിസിനസ് ഗ്രോ ആണ്, അതുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്, ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ അടുത്ത സിറ്റിയിൽ തുറക്കാൻ പോകുക
പോവുകയാണ്, ഇതിൻ്റെ ബ്രാഞ്ച് ഇപ്പുറത്തും തുറക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് അവിടെ എക്സ്പാൻഷനെ കുറിച്ചായിരിക്കും ചിന്തയുണ്ടാവുക. അല്ലാതെ ഇവിടെ ഈ മെഡിസിൻസ് ഉണ്ടല്ലോ, ഇത് നോക്കണ ആൾക്കാരെ കിട്ടാൻ പ്രയാസമായിരിക്കും, ആ സർട്ടിഫിക്കറ്റിൽ ആൾക്കാർ വേണ്ടേ വരാനായിട്ട്, അവരുടെ മുഖം കാണേണ്ടി വരും, അവരുടെ പെരുമാറ്റം കാണേണ്ടി വരും, അവർ 10 ദിവസം ലീവ് എടുക്കുമ്പോൾ ഞാൻ കഷ്ടത്തിലാവും. ഇങ്ങനെ കഷ്ടപ്പാടിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമാവാം, മറ്റൊന്ന് ആനന്ദിക്കുന്ന വേറൊരു ഭാഗമാവാം. നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ബിസിനസ്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതിൻ്റെ നല്ല വശങ്ങളെ കണ്ട് അതിൽ സ്നേഹിക്കുകയും, അപ്പോൾ നിങ്ങളുടെ ഐഡിയ തന്നെത്താൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു തരൂ എന്നവർ പറഞ്ഞിട്ടൊന്നും വേണ്ട, ഇവർക്ക് ഈ കാര്യം ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് വേറെ ആൾ നിങ്ങളോട് പറയണ്ട. അവർക്ക് വേണ്ട കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് തന്നെ ഓർത്ത് അത് കൊടുക്കണം, ഇത് കൊടുക്കണം, അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, അവർക്ക് ഇന്ന ബർത്ത്ഡേ ആണ് ഈ സാധനം കൊടുക്കണം. നിങ്ങളുടെ മനസ്സ് എന്തുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ ഞാൻ എൻ്റെ ബിസിനസ്സിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടി, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എങ്ങനെ അതിന് വേണ്ട പണം കണ്ടെത്തണം, അതിൻ്റെ സ്റ്റാഫ് എങ്ങനെ കണ്ടെത്തണം, അതിൻ്റെ സ്ഥലം എങ്ങനെ കണ്ടെത്തണം, അതിന് വേണ്ടതായിട്ടുള്ള ഐഡിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇതിന് വേണ്ടതായിട്ടുള്ള സ്കില്ലിലോ ട്രെയിനിങ് പ്രോഗ്രാംസിലോ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിലോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസിലോ പോവാനും പഠിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം ഒരു സുഖമുള്ള അവസ്ഥയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നാൽ മനസ്സിലാക്കാം ഞാൻ എൻ്റെ ബിസിനസ്സിനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പരാതിയുടെ ആവശ്യമേ വരില്ല. ഇത്ര കാലമായി ഒരു മാറ്റം വന്നിട്ടില്ല, ഇതെനിക്ക് ചേരുന്നില്ല എന്ന് തോന്നുന്നു, ഞാൻ ഇത് വിട്ട് അതിൽ പോയി, അത് വിട്ട് ഇതിൽ പോയി, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും എനിക്ക് സെറ്റാവുന്നില്ല. ഇങ്ങനെ അവസ്ഥകളിലൂടെ നിങ്ങൾ പോകുന്നു വെച്ചാൽ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ അഥവാ നിങ്ങളുടെ ബിസിനസ്സിനെ സ്നേഹിക്കുന്നില്ല എന്നാണ്. ഇനി ആരൊക്കെ ഏതൊക്കെ ബിസിനസ് ട്രെയിനിങ് കോച്ചുകളെടുത്ത് നിങ്ങൾ പോയാലും, എന്തൊക്കെ ടീമായിട്ടുള്ളതായിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വീടിനെ സ്നേഹിക്കാത്ത ഒരാൾ വീടിന് വേണ്ടി ഒന്നും ചെയ്യില്ല. ഇൻ ദ സെയിം വേ സ്വന്തം കർമ്മത്തെ സ്നേഹിക്കാത്ത ഒരാൾക്ക് അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ ട്രെയിനിങ് പറഞ്ഞെന്നാലും പറയുന്ന ആൾക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും, പഠിപ്പിക്കുന്ന ആൾക്ക് ലെസൺസ് പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും, ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അഥവാ എൻ്റെ കർമ്മപഥത്തിൽ എനിക്ക് ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ഇതിനെ സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ആ പ്രൊഫഷൻ, സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള അതിനുള്ള വിഷ്വലൈസേഷൻ ചെയ്യൂ, അപ്ലൈ ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് മാറൂ. അഥവാ മാറാനാവാത്ത തരത്തിൽ നിങ്ങൾ എത്തിയെങ്കിൽ അതിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മം ഒന്ന് ഒരു വർക്ക്, ഒരു വർഷിപ്പുമാണ്, മറ്റൊന്നൊരു വാർഷിപ്പുമാണ്. ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പണിയെടുക്കേണ്ടി വന്നാൽ ജോലി ജീവിതം എന്ന് പറയുന്നൊരു വാർഷിപ്പാണ്, യുദ്ധക്കപ്പലാണ്. അവിടുത്തെ നെഗറ്റീവ്സിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കുറവുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്കതിനു വേണ്ടി ഒന്നും ഡെവലപ്പ് ചെയ്യാനും ആവില്ല, അതിനെ ഗ്രോ ചെയ്യിക്കാനാവില്ല, വളർത്താനാവില്ല, അതുകൊണ്ട് സുഖം അനുഭവിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ ഫീൽഡ് എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യൂ, അതിനു വേണ്ടി പ്രവർത്തിക്കൂ. ഇനിയിപ്പോൾ ഒരു 40-45 വയസ്സായി ഒരു ഫീൽഡ് നമ്മളിത്രയൊക്കെ വന്നു, ഇനി പുതിയൊന്നും തേടി പോവാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, പറ്റില്ലെന്നല്ല, എന്തും പറ്റും. പക്ഷേ അതിന് വേണ്ടതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒരുക്കിയിട്ട് വേണം ചേഞ്ച് കൊണ്ടുവരാൻ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തെ സ്നേഹിക്കാൻ പഠിക്കുക. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഫീൽഡിൽ എക്സ്പേർട്സ് നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു ഫീൽഡിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഗ്രാമത്തിലോ സിറ്റിയിലോ അത്തരം ട്രെയിനിങ് അവൈലബിൾ അല്ലെങ്കിൽ എവിടെയാണോ അത്തരം ട്രെയിനിങ് അവൈലബിൾ ആവുന്നത് അവിടേക്ക് വേണ്ടി മുടക്കുന്ന പൈസ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനെ വിഷമിക്കാതെ അത്തരം ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക, നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക, ബിസിനസ്സിനെ സ്നേഹിക്കൂ. സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ എന്തും ചെയ്യൂ, സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ബിസിനസ്സിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫീൽഡിലും നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരൂ എന്ന ഐഡിയ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഡെയിലി ഐഡിയ തരാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ രീതികളും അത് ഡെവലപ്പ് ചെയ്യാൻ വരും. നിങ്ങളുടെ ബുദ്ധി തന്നെ ഏറ്റവും ക്രിയേറ്റീവാണ്, നമ്മുടെ മനസ്സ്. ആ മനസ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രിയേറ്റിവിറ്റീനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കാൻ പറ്റും, ഹാർട്ടിന് സമർപ്പിക്കാൻ പറ്റും. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യുന്ന ആ കർമ്മത്തെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് ഒരു പേപ്പർ എടുക്കുക, ഒരു പെന്നെടുക്കുക, എന്നിട്ട് പേപ്പറിൽ എഴുതുക,
എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ബിസിനസ് ഇഷ്ടമാണ്, അഥവാ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ജോലി ഇഷ്ടമാണ്. ഞാൻ ഓർമ്മിക്കും, ബ്രഹ്മബാബയുള്ള സമയത്ത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഓരോ ആഴ്ചയിൽ ഒരിക്കൽ തോറും ഓരോ സറണ്ടർ ആയിരിക്കുന്ന നമ്മളെപ്പോലെ സന്യാസിമാരായി വന്നവരെ കൊണ്ടും ബാബ എഴുതിപ്പിക്കുമായിരുന്നു എന്തുകൊണ്ട് ബ്രഹ്മകുമാരി ജീവിതം തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് ബ്രഹ്മകുമാരൻ ജീവിതം തിരഞ്ഞെടുത്തു എന്ന് ഓരോ ആഴ്ചയിലും എഴുതിപ്പിക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഉദ്ദേശം, ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യണം, എന്തുകൊണ്ട് എനിക്കിത് വേണം എന്ന് ഒരു 10-15 കാരണങ്ങൾ ഒരു പേപ്പറിനുള്ളിൽ കണ്ടെത്തുക. അത് കഴിഞ്ഞ ശേഷം 2-3 ദിവസം വിശകലനം ചെയ്ത് വീണ്ടും വീണ്ടും ചോദിക്കുക, എന്തുകൊണ്ട് എനിക്ക് ഇത് തന്നെയാണോ കാരണം, അതെനിക്ക് വേറെ വേണോ. അങ്ങനെ നിരന്തരമായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടും. അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് ആ രീതിയിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് വരുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട. ട്രെയിനിങ് പ്രോഗ്രാംസിലോ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബിസിനസ് കോച്ചുകളിലെടുത്തുനിന്നോ ഗൈഡൻസ് എടുക്കണം, പഠിക്കണം, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യണം. കാരണം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡാണ് ഞാൻ. ആ ഓർഗനൈസേഷനെ, അതിൻ്റെ കർമ്മങ്ങളെ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ ഷോപ്പിനെ, എൻ്റെ പ്രൊഫഷനെ, എൻ്റെ ക്ലിനിക്കിനെ, അല്ലെങ്കിൽ എൻ്റെ ബ്യൂട്ടി പാർലറിനെ, അവിടുത്തെ ആക്ടിവിറ്റീസിനെ, അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്കാണെങ്കിൽ ഒരു ക്ലിനിക്ക് ഇട്ട ഡോക്ടർ, ഞാൻ ആ ക്ലിനിക്കിൽ ഇരുന്ന ശേഷം പേഷ്യൻസ് വരുന്നേ ഇല്ല, എന്തിനാ ക്ലിനിക്കിൽ കുടുങ്ങിയത് എന്ന് ചിന്തിച്ചു പോകുമെന്ന് പറയുന്ന ഒരു ഡോക്ടറെ എനിക്കറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫീൽഡ് എന്താണെങ്കിലും അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതിൽ നിങ്ങളുടെ ഹാർട്ട് അവിടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സമർപ്പണം ഉണ്ടെങ്കിൽ, ഡിവോഷൻ ഉണ്ടോ, കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ, അവിടെ ഫലമുണ്ടാവാത്ത ഒരു മരങ്ങളും ഇല്ല. എല്ലാതും ഫലം തരുന്നതാണ്. അതുകൊണ്ട് തിരഞ്ഞെടുത്തായിരിക്കുന്ന കർമ്മപദം എന്തോ അതിനെ സ്നേഹിക്കണം. എന്തുകൊണ്ട് എനിക്കിതിനെ സ്നേഹിക്കണം എന്നുള്ള കാരണം കണ്ടെത്തണം. ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യും എന്ന് ചോദ്യം ചെയ്യണം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം. ആരുടെ സപ്പോർട്ട് വേണമെങ്കിൽ എടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്യൂ. എന്നും മാറുക എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കലല്ല. ഒന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനെ സ്നേഹിച്ച് വളർത്തുന്നതിലാണ് നമ്മുടെ സക്സസ്. അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മത്തെ, ബിസിനസ് ആണെങ്കിലും അതല്ല മറ്റെന്താണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ശക്തി അതിനെ വളർത്തും. തീർച്ചയായിട്ടും എന്തൊക്കെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിക്കോട്ടെ, മാർക്കറ്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് നടന്നോട്ടെ, അതിനൊക്കെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരികയും ചെയ്യും. അത് നിങ്ങളെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൻ്റെ കർമ്മത്തെ സ്നേഹിക്കൂ, നിങ്ങളുടെ ബിസിനസ്സിനെ സ്നേഹിക്കൂ, അഥവാ നിങ്ങളുടെ പ്രൊഫഷനെ സ്നേഹിക്കൂ. ഈ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ സുഖം അനുഭവിക്കൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.